നമസ്കാരം. അധികാരത്തിൽ എത്തിയ നാൾ മുതൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെ അത്ര അങ്ങ് കണ്ണിൽ പിടിക്കുന്നില്ല. പലപ്പോഴും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ അതൊക്കെ ഉണ്ടാക്കി സർക്കാരിനെ അങ്ങ് പ്രകോപിപ്പിക്കുക, ഇതാണ് സംഘപരിവാർ അജണ്ടയായി എത്തിയ ഗവർണറുടെ ലക്ഷ്യം. എന്ത് കാര്യത്തിലും സർക്കാരിനെ അങ്ങ് ചൊറിയുക, അത് ഇല്ലെങ്കിൽ ഗവർണർക്ക് ഒരു സുഖമില്ല എന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇതാ ഹൈക്കോടതിയെ വെല്ലുവിളിച്ച് വൈസ് ചാൻസലർമാരെ നിയമിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സാങ്കേതിക സർവകലാശാല VC ആയി കുസാറ്റ് ഷിപ്പ് ടെക്നോളജി വകുപ്പിലെ പ്രൊഫസർ ഡോക്ടർ കെ ശിവപ്രസാദിനെ ഡിജിറ്റൽ സർവകലാശാല VC ആയി ഡോക്ടർ സിസ തോമസിനെയുമാണ് നിയമിച്ചത്. രണ്ട് സർവകലാശാലയിലും VC ഇല്ലാതായി 1 മാസം തികയുന്ന ദിവസമാണ് ഈ നിയമനങ്ങൾ നടത്തിയത്. സാങ്കേതിക സർവകലാശാല VCയുടെ ചുമതല സർക്കാർ പട്ടികയിൽ നിന്നാകണമെന്ന ഹൈക്കോടതി വിധി പരിഗണിക്കാതെയാണ് പട്ടികയിൽ ഉൾപ്പെടാത്ത അധ്യാപകനെ ഡോക്ടർ കെ ശിവപ്രസാദിനെ നിയമിച്ചത്. KTU താൽക്കാലിക VC ആയി സിസ തോമസിനെ നിയമിച്ച സ്വന്തം നടപടിയിൽ വ്യക്തത തേടി ചാൻസലർ സമർപ്പിച്ച ഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി തള്ളിയിരുന്നു. ഹൈക്കോടതി വിധിയെ മാനിക്കാതെയാണ് KTU VC നിയമനത്തിലെ ഗവർണറുടെ നീക്കം. KTUവിലെ താൽക്കാലിക VC നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണമെന്നും അതാണ് ചട്ടമെന്ന് സർവകലാശാല ചട്ടമെന്ന് പറയുന്നത്. നേരത്തെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവുണ്ട്. ഹൈക്കോടതി മുൻ ഉത്തരവ് സാധുവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചൊവ്വാഴ്ച ഗവർണറുടെ ആവശ്യം ഹൈക്കോടതി നിരസിച്ചത്. സർക്കാരിന്റെയോ സർവകലാശാലയുടെയോ താല്പര്യം നോക്കാതെ അടുത്തിടെ ആരോഗ്യ സർവകലാശാല VCക്ക് നിയമനം നീട്ടി നൽകിയ ഗവർണറുടെ നടപടിയും വിവാദമായിരുന്നു. സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും സ്വന്തം ഇംഗിതത്തിന് വഴങ്ങുന്നവരെയാണ് മാനദണ്ഡം മാത്രമെന്നാണ് വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർ പരിഗണിക്കുന്നതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന സർക്കാരുമായി ഒരുവിധ കൂടിയാലോചനയും ഉണ്ടായില്ല. സാങ്കേതിക സർവകലാശാല നിയമപ്രകാരം സർക്കാർ നൽകുന്ന പാനൽ നിന്നുള്ളവരെ മാത്രമേ വൈസ് ചാൻസലർ നിയമനത്തിൽ പരിഗണിക്കാവൂ. ഇന്നലെ ഹൈക്കോടതിയിൽ ഈ മാനദണ്ഡം ഉയർത്തിപ്പിടിച്ച് സർക്കാർ നിർദ്ദേശവും ഹൈക്കോടതി ഉത്തരവിന്റെ അന്തസത്തയും നിരാകരിച്ചുകൊണ്ടാണ് ചാൻസലർ പുതിയ നിയമനം നടത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണ അജണ്ടകൾക്ക് ബലം പകരൽ മാത്രമാണ് ചാൻസലറുടെ ഈ നടപടികൾക്ക് പിന്നിൽ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുച്ചൂടും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഈ നടപടികൾ നാം നേടിയ നേട്ടങ്ങളൊക്കെ പിറകോട്ട് വലിക്കുന്നതാണ്. ചാൻസലറുടെ സ്വേച്ഛാധിപരമായ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയുള്ളതുമായ നടപടികൾക്കെതിരെ നിയമപരമായ വഴികൾ സർക്കാർ തേടുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല.